അനന്തപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇന്നിങ്ങനെ ഞാൻ ടൗണിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കണ്ട് പോകുമ്പോൾ ഞാനൊരു ഹോസ്പിറ്റൽ കണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ വീഡിയോ ഫ്രണ്ടേജ് ഗേറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നീട് ഹോസ്പിറ്റലിൻ്റെ സിറ്റുവേഷൻ എന്താ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറിയപ്പോൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഉള്ളിൽ കയറി നോക്കിയപ്പോൾ കുറച്ച് കവാടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ക്ഷേത്രം കാണുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ക്ഷേത്രം, ഒരു ചെറിയ ക്ഷേത്രം, നല്ല പാട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അങ്ങനെ എടുത്ത് അവതരിപ്പിക്കാതെ കാര്യങ്ങൾ എന്താണെന്നുള്ളത്, അതും നമ്മളെ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട്, നമ്മളെ ഷോർട്ട് അടിക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സെക്യൂരിറ്റി വന്ന് കണ്ട് എന്താ വീഡിയോ എടുക്കണം അങ്ങനെ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബിലാണ്, ഞാൻ കേരള ട്രാവൽ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. അതിൽ ആ നീല കളറിട്ട ഓനാണ് ആദ്യം വന്നത്. പിന്നീട് കറുപ്പിട്ട് ഓൻ വിളിക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോവാണ്, ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്, തെലുങ്ക് അറിയില്ല പറഞ്ഞു. അതിൽ പിന്നെ ഓനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാന്ന് പറയുന്ന പോലെ കൈ പിടിച്ച് കണ്ട് ഓനറ്റൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്, വീഡിയോ എടുക്കാൻ പറ്റില്ല, ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡിലീറ്റ് ആക്കിക്കോളാം പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പോരാൻ നിൽക്കുന്നു. പിന്നെ എനിക്ക് ചടച്ചപ്പോൾ പിന്നെ ഞാൻ അവിടെ ഉള്ളിലേക്കൊന്നും കടന്നില്ല. കാരണം ഉള്ളത്തെ വിഷ്വൽ ഞാൻ എടുക്കില്ല, ഹോസ്പിറ്റലിലത്തെ വിഷ്വൽസ് കാര്യങ്ങളൊന്നും ഞാൻ എടുക്കില്ല. ഞാൻ അവിടെ കണ്ട ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച അല്ല. ഹോസ്പിറ്റലിൽ മറ്റേ ആരോഗ്യമില്ലാത്ത ആൾക്കാർ വരുന്നത് മറ്റോ മറിച്ചൊന്നും ഞാൻ എടുക്കില്ല. അങ്ങനത്തേനും ഞാൻ പോയതും. ഞാൻ ആ ടൗൺ ഇങ്ങനെ കണ്ടപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ, ആ ഒരു ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ കയറിയിട്ട് അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോരാൻ നിൽക്കുമ്പോൾ തന്നെ വലിച്ചു ഡിലീറ്റ് ആക്കണം എന്ന് ആയിക്കോട്ടെ പറഞ്ഞു. ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു. അതിൽ പിന്നെ പോലെ ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ എൻ്റെ ഫോണ് പിടിച്ച് വലിക്കുക, അങ്ങനെയൊക്കെ പിടിച്ചിട്ട് നെരിക്കുക, എൻ്റെ കൈ പിടിച്ച് വലിക്കുക, അങ്ങനെയൊക്കെ കൂടി ഒരു ഗുണ്ടായിച്ച രീതി. അതിൽ പിന്നെ എനിക്ക് ചെറിയൊരു രോദനം വന്ന് ഉള്ളത് പറയാലോ. അതിൽ ഞാൻ ഡിലീറ്റ് ആക്കിക്കോളാം പറഞ്ഞു. അതിൽ പിന്നെ ഓല് വീണ്ടും എന്നെ പിടിച്ചിട്ട് പിടിക്കുക. പിന്നെ പറഞ്ഞു സ്റ്റേഷനിൽ പോകണം, ഇതാണെന്ന് പറഞ്ഞു. എന്നാൽ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു. ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കുമെന്ന് വിചാരിച്ചേ. നമ്മളവിടുത്തെ സ്റ്റേഷനല്ല, ഇവിടെ 20 ഉറുപ്പ്യ എടുത്താൽ ഓല് നമ്മളെ അങ്ങനത്തെ 20 ഉറുപ്പ്യ വരെ നക്കാപ്പിച്ച് പേടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ സ്റ്റേഷനിൽ പോകാറുണ്ട്. എന്നാൽ സ്റ്റേഷനിൽ പോകാറിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓലെ കൂടെ പോയി. അതിൽ പിന്നെ ഞാൻ ഓല ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മേലേക്ക് പിടിച്ചുകൊണ്ട് ഓല് അറിയണില്ല ഓല് വീഡിയോ എടുക്കണമെന്നുള്ളത്. കാരണം ഞാൻ ബാക്ക് ക്യാമറയിൽ എടുക്കണത് ഇങ്ങനെ മേലേക്ക് തിരിച്ചു പിടിക്കുമ്പോൾ അതിൻ്റെ ആ സ്ക്രീന് മേലേക്കല്ല ആവണത്, അപ്പോൾ ഓല് അറിയണില്ല. അതാണ് ആ പെട്ടത്, ആ ഫസ്റ്റത്തെ ഷോട്ടൊക്കെ അങ്ങനെയാണ് പെട്ടത്. പിന്നെ ഓലിന്നെ രണ്ടാളും കൂടി കൂട്ടി പിടിച്ചിക്കാണ്ട് അങ്ങോട്ട് പോകാറ്. ഞാൻ കൊതറിയിട്ട് ഇങ്ങോട്ട് പോരാൻ നിന്ന് ഓല് സമ്മതിക്കല്ല. പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അയാൾ എന്നോട് പുറത്തേക്കാൻ പറഞ്ഞിട്ട് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി കണ്ട എസ്ഐനോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ട്രാവലിംഗ് ആണ്, ഞാൻ കേരളയാണ്, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാം, തെലുങ്കും അറിയില്ല പറഞ്ഞു. പിന്നെ ഞാൻ എസ്ഐക്ക് വീഡിയോ എടുത്തൊക്കെ കാണിച്ചു കൊടുത്തേ. അതിൽ ഓൻ്റെ 1-2 വീഡിയോസ് ഇതിലിപ്പോൾ വിട്ട വീഡിയോസ് ഇല്ലേ, അത് കണ്ടപ്പോൾ അത് പറഞ്ഞിട്ട് ഓൻ അതിന് നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഞാൻ എടുത്തതല്ല, ഇതുവരെ ഒച്ചപ്പാടുണ്ടാക്കിയ ശേഷം വന്നിട്ടുള്ള എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. മറ്റുള്ള വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം വേറെ വീഡിയോസൊന്നും അതിൽ വന്നിട്ടില്ല. എന്നോട് പറഞ്ഞ് ഫൈൻ ഇടും, 2000 രൂപ ഫൈനുണ്ട്, പിന്നെ FIR ഇടും, കോടതിയിൽ എൻ്റെ ഇത് സറണ്ടർ ചെയ്യണം, മൊബൈൽ സറണ്ടർ ചെയ്യണം എന്നാണ്. ആയിക്കോട്ടെ പറഞ്ഞു. നമ്മുടെ ഇത് തെറ്റൊന്നുമില്ല, എന്തിനാ നമ്മൾ പേടിച്ചത്, സറണ്ടർ ചെയ്യണം എന്നാണ്. ആയിക്കോട്ടെ പറഞ്ഞു. അതിൽ പിന്നെ ഞാൻ ഓലോട് പറഞ്ഞു ഡിലീറ്റ് ആക്കണം, ഞാൻ ഡിലീറ്റ് ആക്കിക്കോളാം പറഞ്ഞു. ആ ഒരു കാര്യം ഓലോട് പറഞ്ഞു, ഒറ്റ കാര്യമാണ്, ഏത് ഫോട്ടോ വീഡിയോസോ ഡിലീറ്റ് ആക്കിയാലും ആദ്യം ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കിയ ആ ഫോട്ടോയും വീഡിയോസും റിട്ടെടുക്കാൻ പറ്റുന്നതാണ്. അത് ഞാൻ ഇവനോടും പറഞ്ഞ് പോലീസുകാരനോടും പറഞ്ഞ്. അതിൽ പിന്നെ ഓൽക്ക് സംഗതി ഓടി. ശരി എന്നാൽ പോയിക്കോ പറഞ്ഞു. അവിടുന്ന് ഡിലീറ്റ് ആക്കുകയും ചെയ്ത് എല്ലാതും അത്. പക്ഷെ നമുക്ക് റിട്ടെടുക്കാമല്ലോ. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഫയലിലേക്കാണ് കയറിച്ചില്ല. പിന്നെ നമുക്ക് ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ഏത് ഡിലീറ്റ് ആയ സാധനവും റിട്ടെടുക്കാം. ഇതാണ് അവിടെ സംഭവിച്ചത്. അതായത് ഒരു വൃത്തികെട്ട സ്വഭാവമായിട്ടുള്ള കുറച്ച് ടീംസ് ഉണ്ട്. ഇങ്ങനത്തെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോരല്ലേ, അന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. ഫാമിലിയും കുട്ടികളുണ്ടായിരുന്ന സമയത്ത് വരെ ഞങ്ങൾ ഇത്രയും പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട്. ഇതിലും അലമ്പായിട്ടുള്ള പ്രശ്നത്തിലൊക്കെ പെട്ടിട്ടുണ്ട്. ഞങ്ങളവിടെ നിന്നൊക്കെ ഊരിപ്പോരല്ലേ. ഞാൻ എന്ത് ചെയ്യും, ഇവരെ ഈ സേഫ്റ്റി നോക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോരും. എനിക്കെന്ത് വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് ഈ ഒരു ഇതിന് നിന്നത്. കാരണം ഓലെ ആദ്യം തന്നെ കയ്യാങ്കളി തുടങ്ങി, മേത്തേക്ക് പിടിക്കുക, കെട്ടി പിടിക്കുക, നമ്മളെ പിടിച്ച് വലിക്കുക, അതൊക്കെ തുടങ്ങി. അതിൽ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് വീഡിയോ എടുക്കുക. പോലെ കയ്യിൽ ഫോൺ കൊടുത്ത് ഒരു വട്ടം കൊടുത്ത്
പിന്നെ അങ്ങനെ തന്നെ മേടിക്കുക. അവരെ കൈ കൊടുത്താണ്ട് നമ്മളെ കൈക്ക് നമുക്ക് പിന്നെ ഫോൺ കിട്ടണേ. പിന്നെ ഞാൻ രണ്ടാമത് ഇങ്ങനെ പോകുമ്പോൾ മേരെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് എടുത്തതൊക്കെ ആ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ഷോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓലെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് എനിക്കറിയില്ല. സ്റ്റേഷനിൽ കാണുമെന്നുള്ള അറിയില്ല. അതായത് ഹോസ്പിറ്റലിൻ്റെ മൂലക്ക് ഒരു സ്റ്റേഷൻ ഉണ്ട്, അവിടേക്കാണ് കൊണ്ടുപോയത്. എനിക്കത് അറിയില്ല. ഞാൻ എൻ്റെ ഒരു സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വീഡിയോസൊക്കെ എടുത്ത് ഓലും കൂടി കാണുന്ന മാതിരി. അതാണ് സംഭവിച്ചത്. പുറത്ത് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഡിലീറ്റ് ആക്കി കൊടുക്കലുണ്ട്. പക്ഷെ കയ്യാങ്കളിക്ക് വന്നുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങളും കൂടി അറിയണമല്ലോ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നമ്മളെ നാട് വിട്ടാൽ സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വീഡിയോസ് എടുക്കുമ്പോൾ ഇതുപോലെ ചെന്നിട്ട് ആക്രമിക്കാൻ നിൽക്കുമോ? എന്താ ഏതാണെന്ന് ചോദിച്ചറിഞ്ഞാണ്ട് ഒഴിവാക്കില്ലേ ഉള്ളൂ. ഇവിടെ ഇതാണ് സിറ്റുവേഷൻ.